ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മൂലമല്ലെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും. കുട്ടിയുടെ മരണകാരണം ജന്മനാ ഉണ്ടായ അണുബാധയാണെന്നും ചില ലോബികൾ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിക്കുന്നതായും പ്രിൻസിപ്പൽ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മനു സൗമ്യ ദമ്പതികളുടെ 8 ദിവസം പ്രായമായ പെൺകുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. മരണം ആശുപത്രി അനാസ്ഥ മൂലമാണെന്നാരോപിച്ച് അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമുണ്ടായി. ഇതിനു പിന്നാലെ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ എത്തി. 29-ന് ഡെലിവറി കഴിഞ്ഞു. കുട്ടിക്ക് ഒരു ഷോക്ക് സ്റ്റേജിൽ പോയായിരുന്നു. ആ ഷോക്ക് കഴിഞ്ഞ് കുട്ടിക്ക് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസും പല രീതിയിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് നടത്തി മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാം നമ്മൾ വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്നുണ്ട്. അതെല്ലാം കേസ് ഷീറ്റിൽ റെക്കോർഡഡ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പേഷ്യൻ്റെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസിനെ കുറിച്ച് ആലോചിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ വിദഗ്ധമായ ഒരു സേവനം ലഭ്യമാക്കാൻ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റിൻ്റെ സേവനം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നമ്മൾ ഫോണിൽ വിളിച്ചു ചോദിച്ചു. ചികിത്സയിൽ വീഴ്ച വന്നിട്ടില്ല. ജനിച്ചപ്പോൾ ഉണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണം. പ്രസവത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല. സീനിയർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ലേബർ റൂമിൽ തന്നെയാണ് പരിചരിച്ചതെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി പറഞ്ഞു. അതേസമയം ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.